അപ്പൊ ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത് പട്ടി ഷോ. ആരുടെ? ജാസ്മിൻ ജാഫറിന്റെ പട്ടി ഷോ. ഈ പട്ടി ഷോ എന്ന് പറയുന്ന സാധനം കാണിച്ചാലും കുഴപ്പമില്ലെന്ന് പറയാം. പക്ഷെ അവിടെ രണ്ട് സമയത്ത് രണ്ട് സ്വഭാവം കാണിക്കുന്നതിന് പട്ടി ഷോയുടെ എക്സ്ട്രീം ലെവലാണെന്ന് ഞാൻ പറയത്തുള്ളൂ. ഇങ്ങനെ പട്ടി ഷോ കാണിച്ചു കഴിഞ്ഞാൽ സ്ക്രീൻ സ്പേസ് കിട്ടുമെന്നാണ് ജാസ്മിൻ വിചാരിക്കുന്നത്, അല്ലേ? അല്ലേ? അപ്പൊ കാര്യത്തിലോട്ട് വരാം. അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് ഞാൻ കണ്ടായിരുന്നു. ഞാൻ ലൈവ് ഒന്നും എനിക്ക് രാവിലെ അധികം ഒന്നും കാണാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ ഒന്നും വീഡിയോസ് ഒന്നും ഇട്ടില്ല. അതുപോലെ എപ്പിസോഡ് പറഞ്ഞു പോകാന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ എപ്പിസോഡ് കണ്ടപ്പോൾ ഈ ഗെയിം ഉണ്ടായിരുന്നു, ഒരു ഗെയിം. അതായത് ഈ ബോളുകളൊക്കെ മറ്റേ ഓരോ ചെളിയിൽ ബോൾ മിക്സ് ചെയ്തിട്ടിട്ട് ഓരോരുത്തരായിട്ട് നിർത്തിയിരുന്നിട്ട് അവരവരെ ബോക്സിൽ കൊണ്ട് ബോൾ പറക്കിയിട്ട് ഏറ്റവും കൂടുതൽ ബോൾ കിട്ടുന്ന അവരാണ് ക്യാപ്റ്റൻ ആവുന്നത്. അപ്പൊ അർജുനാണ് ക്യാപ്റ്റൻ ആയത്. അപ്പോൾ ഈ സിജോയും നമ്മുടെ റോക്കി ബായും കൂടി ചേർന്ന് ഒരു പ്ലാൻ ചെയ്ത് അതായത് ഇപ്പോൾ റോക്കി ബായിയുടെ ബോക്സിലാണ് സിജോയും റോക്കി ബായും കൂടി ബോൾ കൊണ്ടിടാൻ വേണ്ടി പ്ലാൻ ചെയ്ത് അത് നൂറയുടെ അടുത്ത് പറയുന്നത് ജാസ്മിൻ എങ്ങാണ്ട് കേട്ടിട്ട് ജാസ്മിൻ ഭയങ്കര പട്ടി ഷോ, മാസ്മരിന പട്ടി ഷോ ആണ് അവിടെ കാണിച്ചത്. സീരിയസ്ലി ഇതിന് പട്ടി ഷോ എന്നല്ല എനിക്ക് പറയാൻ പറ്റത്തില്ല. കാരണം അവിടെ അത്രയും പട്ടി ഷോ കാണിച്ച് സ്ക്രീൻ സ്പേസ് നേടാൻ വേണ്ടി കിടന്ന് കാണിച്ച് കൂട്ടിയ പരിപാടി. ഒപ്പം റോക്കി ബായും അത് തന്നെയാണ്. ഇവിടെ വൺ ഓഫ് ദ ബെസ്റ്റ് പ്ലെയർ എന്ന് എനിക്ക് മനസ്സിലായ സിജോയാണ്. സൂപ്പറായിട്ടാണ് കളിച്ചത്. നല്ല മൈൻഡ് ഗെയിം കളിച്ച്, നല്ല വിവരത്തോടെയും ബോധത്തോടെയും കളിച്ച്, ചുമ്മാ ആവശ്യമില്ലാതെ ചാടി കയറി കടിക്കാനൊന്നും നിന്നില്ല. സൂപ്പർ കളിയാണ് സിജോ കളിച്ചത്. അപ്പോൾ ജാസ്മിന്റെ പട്ടി ഷോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കേട്ട ഉടനെ കേൾക്കാത്ത വാദ്യം എന്ന് വെച്ച് ജാസ്മിൻ കൊര എന്നായി. അപ്പോൾ ഞാൻ വെച്ച് കലക്കും എന്നെ വിചാരിച്ചു. നോക്കിയപ്പോൾ ലാസ്റ്റ് ഈ റോക്കി ബായി മറ്റേ രതീഷ് അങ്ങേരായിട്ടൊക്കെ മൊത്തത്തിൽ കലാകുല. രതീഷ് അങ്ങേരും വന്ന് കിടന്ന് ഭയങ്കര അങ്ങ് വിളിച്ചു പോവുകയാണ്. ബിഗ് ബോസ് ഒരിക്കലും അവിടെ പറഞ്ഞിട്ടില്ല നിങ്ങളെല്ലാവരും നിങ്ങളുടെ ബോക്സിൽ തന്നെ ബോൾ ഇടണമെന്ന്. ബിഗ് ബോസ് അവിടെ പറഞ്ഞിട്ടില്ല. വേണമെങ്കിൽ ആർക്കും വേണം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇട്ട് നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചെയ്യാം. അവിടെ സൂപ്പറായിട്ട് ആ മൈൻഡ് ഗെയിം കളിച്ച് സിജോയും ഈ പറയുന്ന റോക്കി ബായുമാണ്. മനസ്സിലായത്? അവർ രണ്ടുപേരാണ് അത് സെറ്റ് ചെയ്ത് എന്തായാലും നമ്മൾ ഒരുമിച്ച് നിന്നിട്ട് ഈ സംഭവം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരാൾ ക്യാപ്റ്റൻ ആവാം എന്നുള്ള പ്ലാൻ ചെയ്ത് കളിച്ചത്. അതിനെ പോയിട്ട് ജാസ്മിന് ബോധമില്ലാണ്ട് പട്ടി ഷോ കാണിച്ചിട്ട് അവിടെ കിടന്ന് കൂക്കിന്ന് വിളിച്ച് അവസാനം ഈ പറഞ്ഞ മറ്റേ ശ്രീരേഖ ഉണ്ടല്ലോ, അവര് വന്നിട്ട് അവരുടെ ഇരുന്ന 20 ബോൾ എടുത്ത് അർജുന്റെ ബോക്സിൽ തട്ടിക്കൊടുത്തു. അങ്ങനെ അർജുനും നേരത്തെ കളക്ട് ചെയ്ത് വെച്ചത് ഈ 20 കൂടി ആയപ്പോൾ അർജുൻ ക്യാപ്റ്റനായി. അപ്പോഴും ജാസ്മിൻ ഒന്നും പറയില്ല കേട്ടാ, അപ്പോഴൊന്നും പറയില്ല. വരാന്ന് കിടന്ന് പട്ടി ഷോ കാണിച്ച് ജാസ്മിന് ശ്രീരേഖ എടുത്ത് ഫുള്ള് ബോൾ എടുത്ത് അർജുന്റെ ബോക്സിൽ തട്ടിയപ്പോൾ ഒരക്ഷരം മിണ്ടായില്ല, പൊത്തിയിട്ടിരിക്കണം. അതിനു മുമ്പ് ആ രതീഷും ഈ ജാസ്മിനും എല്ലാം കിടന്നോടെ പട്ടി ഷോ കാണിച്ച് ലാസ്റ്റ് ഒന്നുമില്ല പറയാം, ഒന്നും അവർക്ക് അറിവില്ല. ക്യാപ്റ്റൻ ഒന്ന് കൈയും കൊടുത്ത് ചിരിച്ച് കളിച്ച് പിരിഞ്ഞു പോയി. അപ്പോഴിത് എന്തോന്നല്ലേ? എന്തോന്ന് മൈൻഡാണ് അവിടെ കാണിക്കുന്നത് ജാസ്മിൻ? എനിക്ക് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ചോദിക്കുകയാണ് സീരിയസ്ലി. ഈ കുറച്ച് പട്ടി ഷോ കാണിക്കുമ്പോൾ പുറത്ത് ആൾക്കാരെ എഡിറ്റ് ചെയ്ത് എന്തോന്ന് ബീജം കയറ്റിയിടുമെന്ന് വിചാരിച്ചാൽ ഇവിടെ പട്ടി ഷോ കാണിച്ചത് കുഴപ്പമില്ല. പക്ഷെ ആ ഒരു എത്തിക്സ് ഈ ലാസ്റ്റ് കാണിച്ച പരിപാടിയിൽ എതിർക്കണമായിരുന്നു. ഈ ശ്രീരേഖ എടുത്ത് ബോൾ കൊണ്ട് അർജുന്റെ ബോക്സിൽ തട്ടിയപ്പോഴും എതിർക്കണമായിരുന്നു. അപ്പോഴെവിടെ പോയിരുന്നു എതിർക്കുക? ഈ ജാസ്മിൻ രതീഷും എവിടെ പോയിരുന്നു? ആദ്യം കിടന്ന് കോരാന്ന് കിടന്ന് അങ്ങ് വിളിച്ചു പോയില്ല. എന്നിട്ട് മറ്റേ നോമിനേഷൻ സമയം വന്നപ്പോൾ അങ്ങ് സിജോ തന്നെ എല്ലാവരും ഫോക്കസ് ചെയ്യണം കേട്ടോ. സത്യം സിജോ ആണ് എനിക്ക് ടാർജറ്റായിട്ട് ഇവിടെ ഫീൽ ചെയ്തത്. എല്ലാവരും സിജോ ഫോക്കസ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് പറയുന്ന കാരണം അവർ പറയുന്നുണ്ട് ബെസ്റ്റ് പ്ലെയർ ആയതുകൊണ്ടാണ് നമ്മളത്. അപ്പോൾ അതിൻ്റെ അർത്ഥം തന്നെ പിടിയിട്ടില്ല. എനിക്ക് സത്യം നൈസായിട്ട് എനിക്ക് തോന്നിയത് സിജോ നല്ല മൈൻഡ് ഗെയിം കളിക്കുന്നുണ്ട്, ബുദ്ധിപരമായും കളിക്കുന്നുണ്ട്, നല്ല അടിപൊളിയായിട്ട് വെടിപ്പായിട്ട് കളിക്കുന്നുണ്ട്. ഇവിടെ അർഹനായിട്ട് നിൽക്കാൻ എനിക്കിപ്പോൾ നിലവിൽ പറയാൻ പറ്റുന്ന സിജോ ആണ്. അടിപൊളിയായിട്ട് കളിക്കുന്നുണ്ട്, അമ്മാതിരി ഗെയിമാണ്. എന്നിട്ട് ഈ മിക്കതും ഞാൻ പറഞ്ഞില്ലേ, ഈ മിക്ക ആൾക്കാരും വന്നിട്ട് നോമിനേറ്റ് ചെയ്യുന്നത് മൊത്തം സിജോയാണ്. കാരണം റീസണും അവർ പറയുന്നുണ്ട് നല്ലൊരു പ്ലെയറാണ്, അതുകൊണ്ട് തന്നെയാണ്, കാരണം അവർക്ക് വെല്ലുവിളി ആയേക്കാം എന്നുള്ളൊരു റീസൺ. എന്നിട്ട് ഈ എന്തുപാടേ കിടന്ന് കാണിച്ച് കാണിച്ച പിന്നെ ഷോ ഒന്നുമില്ല. എനിക്ക് അതാണ് കേട്ടോ പിടിക്കാത്തത്. ഒരുമാതിരി രണ്ട് സ്വഭാവം അവിടെ കയറി കാണിക്കില്ല. പിന്നെ ഈ റോക്കി ബായി ആദ്യമേ വന്ന് ഹൗസിൻ്റെ അകത്ത് വന്ന് കയറും മുമ്പ് ഇന്നലെ ലാലേട്ടൻ്റെ അടുത്ത് പറയണം, ഞാൻ റോക്കിയും വേറെ എന്തോ ഒരു പേരും കൂടി ഉണ്ട്, രണ്ട് സ്വഭാവമാണ്. എന്തിൻ്റെ രണ്ട് ക്യാരക്ടർ കാണിക്കണം, ഒറ്റ ക്യാരക്ടറായിട്ട് വന്നാൽ പോരെ. റോക്കി ബായി ഇന്ന് അവിടെ എനിക്ക് വലിയ പ്രശ്നമായിട്ടൊന്നും തോന്നിയില്ല. പിന്നെ ഒന്ന് ആള് കുറച്ചൊന്ന് ഗുമ്മ് കാണിച്ച് പുറത്ത് BGM ഒക്കെ ഇട്ട് ഇറക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ വലിയ പ്രശ്നമായിട്ടൊന്നും തോന്നിയില്ല. അങ്ങനെ കാണിച്ചതിൽ എനിക്ക് വലിയ സീനായിട്ടൊന്നും തോന്നിയില്ല. അങ്ങനെ കാണിച്ചത് കുഴപ്പമൊന്നുമില്ല, കാണിക്കട്ടെ. പക്ഷേ ഈ കാരണം അങ്ങേര് കാണിച്ചതെന്ന് വെച്ചാൽ അങ്ങേരെ മെക്കിട്ട് വന്ന് കയറിയിട്ടാണ് അങ്ങേര് ആ ഒരു ഷോ ഓഫ് കാണിച്ചത്. പിന്നെ പുറത്ത് BGM ഒക്കെ കയറി വരുമല്ലോ എന്ന് പറഞ്ഞ് ഉള്ളിൽ നിന്നൊരു ഇത് കൊടുത്ത്, ഒരു ഗുമ്മ് കൊടുത്ത്. പക്ഷെ ജാസ്മിനും ഈ രതീഷും അവിടെ കാണിച്ചത് എങ്ങനെയാണ് അംഗീകരിക്കാൻ പറ്റുന്നത് എനിക്ക് അറിയാൻ പാടില്ലാത്തതുകൊണ്ടാണ് ചോദിക്കുന്നത്. സിജോയും റോക്കിയും കൂടി പ്ലാൻ ചെയ്ത് അടിപൊളിയായിട്ട് അവർ കളിച്ചപ്പോൾ അതിനെ പോയിട്ട് മറിച്ചതാണെന്ന് നടന്ന് കൂവിയ ജാസ്മിനും രതീഷും ലാസ്റ്റ് എവിടെ പോയി? ലാസ്റ്റ് ഈ പറഞ്ഞതുപോലെ
മറ്റേ ശ്രീരേഖ എടുത്ത് അർജുന് ഫുള്ള് ബോളും തട്ടിക്കൊടുത്തോ എവിടെ അവർക്കൊന്നും പ്രതികരിക്കാൻ ഇല്ലേ ഡേ എന്തേടെ പ്രതികരിക്കാൻ ശേഷം നഷ്ടപ്പെട്ടു പോയോ എനിക്കറിയാൻ പാടില്ലാത്തതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. ഒരുമാതിരി ഡബിൾ സ്വഭാവം കാണിക്കല്ലോ ഏട്ടാ, ഒരു ബോറ ശുദ്ധ ബോറ. അയ്യേ എനിക്ക് സത്യം കഞ്ഞി കേസ് പോലാണ് തോന്നുന്നത് ആ ജാസ്മിൻ്റെ രതീഷിൻ്റെ സ്വഭാവം. എല്ലാവരും പുകഴ്ത്തി പറയുന്നത് ജാസ്മിനെയാണ് ടാർഗറ്റ് ചെയ്യണമെന്ന്. ഞാൻ ഒരുപാട് വീഡിയോ കണ്ടിട്ടുണ്ട് ജാസ്മിനെയാണ് ടാർഗറ്റ്. എനിക്ക് അവിടെ പേഴ്സണലി തോന്നിയത് സിജോനെയാണ് അവിടെ ടാർഗറ്റ് ചെയ്യണമായിട്ടാണ് എനിക്ക് തോന്നിയത്. സത്യമുള്ള കാര്യം പറയാം, സിജോനെയാണ് അവിടെ പക്കയായിട്ട് എല്ലാം കൂടി പ്ലാൻ ചെയ്ത് ടാർഗറ്റ് ചെയ്തത്. അവൻ നല്ലൊരു ഗെയിമർ ആയതുകൊണ്ട് അവന് പുറത്ത് സപ്പോർട്ട് കിട്ടുമെന്നുള്ളത് കൊണ്ട് തന്നെ ആദ്യം എല്ലാം കൂടി നോമിനേറ്റ് ചെയ്തെന്ന് തന്നെ അവർ പറയുകയും ചെയ്യുന്നു. അവിടെ ആ ജാസ്മിനെ ആരും ടാർഗറ്റ് ചെയ്യില്ല, എനിക്ക് കണ്ടിട്ട് അങ്ങനെ തോന്നിയിട്ടേ ഇല്ല. എല്ലാവരും പുറത്തിറങ്ങി ഞാൻ രാവിലെ കുറേ വീഡിയോസ് കണ്ടിട്ട് ജാസ്മിനെ പുകഴ്ത്തി പറയുന്നു, ജാസ്മിനെ ടാർഗറ്റ് ചെയ്യണമെന്ന്. ഞാൻ ഇപ്പോഴാണ് ആ ഗെയിം കണ്ടത്. ഗെയിം കണ്ടപ്പോൾ എനിക്ക് പുച്ഛം മാത്രമാണ്, വെറും പുച്ഛമാണ് തോന്നിയത്. സത്യമുള്ള കാര്യം സീരിയസ്ലി പറയാം. എന്തുവാടെ എന്നിട്ട് വലിയ ഘോര പ്രസംഗം പോലും ചുമ്മാ സപ്പോർട്ട്. എനിക്കിതിൽ ഈ ഇന്നത്തെ എപ്പിസോഡിൽ എനിക്ക് വേറെ ഒന്നും സംസാരിക്കില്ല. ആ ഗെയിമിൽ കാണിച്ച ഡബിൾ മൈൻഡ് അല്ല ഡബിൾ സ്വഭാവം, ആ സ്വഭാവം എനിക്ക് പിടിച്ചിട്ടില്ല. മനസ്സിലായോ? ചുമ്മാ എന്തുവാണ് പട്ടി ഷോ കാണിക്കാൻ വേണ്ടിയാണ് ഇറങ്ങി തിരിച്ചത്. പട്ടി ഷോ എനിക്ക് 2 സ്ഥലത്ത് കാണിക്കാറുണ്ട്. അതാണ് എനിക്ക് യോജിപ്പില്ലാത്തത്. വേണ്ടേ ഇവിടെ സിജോ ആണ് എല്ലാം കൂടി ടാർഗറ്റ് ചെയ്തത്. പേഴ്സണലി ഞാൻ ഉള്ള ഒപ്പീനിയൻ ഉറപ്പായിട്ട് പറയാം. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യണം കേട്ടോ. ഇത് എനിക്ക് എല്ലാവരും ഭയങ്കര സപ്പോർട്ട് അടിച്ച് മീൻസ് ജാസ്മിനെ എല്ലാവരും ടാർഗറ്റ് ചെയ്യണമെന്ന് അതെനിക്ക് കാണാൻ സാധിച്ചില്ല. അതെവിടെയൊന്നും മനസ്സിലാവണമില്ല. ഗെയിമിലായാലും ജാസ്മിൻ സത്യം ഒരു കാര്യം പറയാം സീരിയസ്ലി, അവിടെ ഇപ്പം നൂറയുടെ അടുത്ത് സിജോ എന്തോ പറയുന്നത് ജാസ്മിൻ കേട്ടും കൊണ്ടുവന്ന് ഭയങ്കരമായിട്ട് കുരക്കുകയാണ്. എന്തിനാ സ്ക്രീൻ സ്പേസിനാ വെളിയിൽ BGM ഇട്ട് ഇറക്കാനാ? അതിനൊക്കെ നല്ലൊരു കാര്യത്തിൽ കയറി മാസ് കാണിക്കുക. അല്ലെങ്കിൽ അതേ മാസ് ഈ പറയുന്ന പോലെ ലാസ്റ്റിങ് കാണിക്കണമായിരുന്നു കേട്ടോ. അല്ലാണ്ട് ഓരോ സമയം ഓരോ മാസം കാണിച്ച് നിർത്തിയെന്ന് പറഞ്ഞിട്ട് തീർന്നില്ല. ഒരുമാതിരി എന്ന് എനിക്ക് പറയാവുള്ളൂ. സത്യം അമ്മാതിരി ഫീലാണ് എനിക്ക് ജാസ്മിൻ്റെ കാര്യത്തിൽ നിന്ന് തോന്നി. ജാസ്മിനും ഈ പറയാൻ മറ്റേ അങ്ങേര് രതീഷ് ഇത് രണ്ടും അവിടെ അങ്ങേരും പിന്നെ മറ്റവർ ഒരു സിഗരറ്റ് കത്തിക്കുന്ന പരിപാടി ഉണ്ട്. അവർ പേര് ഞാൻ മറന്നു കേട്ടോ. മറ്റേ അവർ സിഗരറ്റ് അടുപ്പിൽ നിന്ന് എന്താ കത്തിച്ചത്, അത് റോങ് ആണ് കേട്ടോ. അത് ഭയങ്കര സീനാണ്. എങ്ങാണ്ട് പൊട്ടിത്തെറിച്ച് കഴിഞ്ഞാൽ 10-18 പേരെ ജീവനാണ് അവിടെ കിടക്കുന്നത്. അത് ഭയങ്കര ഇതാണ്. പിന്നെ അവർക്ക് അത് മനസ്സിലായി. പിന്നെ ആ സമയത്തും ഈ പറയുന്ന രതീഷ് കിടന്നിട്ട് ഓവറായിട്ട് ഷൗട്ട് ചെയ്യണം പട്ടി ഷോ. രതീഷ് ജാസ്മിനും ഇന്ന് നല്ല പട്ടി ഷോ ആയിരുന്നു. ഏറ്റില്ല പക്ഷെ കുറേ പേര് സപ്പോർട്ട് ചെയ്യണ്ടേ. അതാണ് എനിക്ക് എന്തൊന്നും മനസ്സിലാകാത്തത്. ഞാൻ എപ്പിസോഡ് കണ്ടപ്പോഴാണ് ഗെയിം കണ്ടപ്പോഴാണ് അവിടെ സത്യം പറയാലോ സൂപ്പറായിട്ട് കളിച്ചത് ഈ പറയുന്ന സിജോയും നമ്മുടെ റോക്കി ഭായിയാണ്. അവർ രണ്ടുപേരും പ്ലാൻ ചെയ്ത് അവിടെ ഇങ്ങനെ സെറ്റ്. അതാണ് നൈസ് കേട്ടോ. എന്നിട്ട് ലാസ്റ്റ് അർജുൻ എല്ലാവരും കൂടി മറ്റവർ കൊണ്ട് തട്ടി കൊടുത്താലാണ് അർജുൻ ജയിച്ചു പോയത്. ഓക്കെ ഫൈൻ, അത് അവൻ്റെ ഭാഗ്യം. ഫസ്റ്റ് ക്യാപ്റ്റൻ ആവാനുള്ള ഭാഗ്യം അവന് കിട്ടി. എന്തായാലും നന്നായിട്ട് കിട്ടെ. അവന് വേറെ സീനൊന്നുമില്ല, അവൻ നൈസായിട്ട് പോയി. പക്ഷെ അവിടെ പട്ടി ഷോ കാണിച്ചവരെ പിന്നെ ഷോ കണ്ടില്ല. ലാസ്റ്റ് ശ്രീരാഗ തട്ടി കൊടുത്തപ്പോൾ അതെനിക്കൊന്ന് പറയണമെന്നുണ്ടായിരുന്നു. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യണം. പുതിയൊരു വീഡിയോ ഇടണം. ബൈ.